ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണിവൽ. അപ്പം നമ്മൾ ഇന്നൊരു കോൺട്രാക്ട് മാരേജ് ലവ് സ്റ്റോറിയാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നായികയുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. അയാളെ കുറച്ച് പേര് ചേർന്ന് എവിടെയോ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് ഒരുപാട് അടിയിടിയൊക്കെ കൊടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. ഇയാളിങ്ങനെ ആരാണ് തട്ടിക്കൊണ്ട് പോയെന്നുള്ളത് ഇപ്പോൾ കാണിക്കുന്നില്ല. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണ്. അവൻ വലിയൊരു പണക്കാരനായിട്ടുള്ളൊരു ചെക്കനായിരുന്നു. വലിയൊരു കമ്പനിയുടെ പ്രസിഡൻറ്റുമാണ്. അതിൻ്റെ അഹങ്കാരം അവന് നല്ല രീതിയിലുണ്ടായിരുന്നു. അവൻ അധികമൊന്നും ആരോട് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ളതല്ലായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ഇതുവരെ അവളുടെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ വർഷങ്ങൾ കൊണ്ട് അവനോടുള്ള പ്രണയം ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. ഇന്നെന്തായാലും അവനെ എനിക്ക് വേണമെന്ന് അവൾ തീരുമാനമെടുത്ത് അവന് കുടിക്കാൻ കൊടുക്കുന്ന ഡ്രിങ്ക്സിൽ എന്തോ ഒരു ഗുളിക കലർത്തുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ബോധം അങ്ങ് പോകുന്നുണ്ട്. അതവൾ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. ആരും കാണാതെ അവനെ നേരെ അവൻ്റെ കാറിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവനോട് പെരുമാറുന്നുണ്ടായിരുന്നു. സീൻ കട്ട് ചെയ്ത് നേരെ കാണിക്കുന്നത് ഇവിടെ നമ്മുടെ ഹീറോയുടെ അമ്മയുടെ വീടാണ്. അവരുടെ വീട്ടിലേക്ക് നമ്മുടെ നായിക ഇപ്പോൾ വരുന്നുണ്ട്. അവൾ എന്തിനാ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛന് അബ്രോഡ് അങ്ങോട്ട് ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോകണം. എല്ലായിടത്തും പോകാനായിട്ട് നിന്നെയും കൂടെ കൊണ്ടുപോയാൽ അത് നടക്കത്തില്ല. വീട്ടിൽ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാമെന്ന് കരുതിയാൽ നിന്നെ വീട്ടിലായിരുന്നാലും നോക്കാൻ ആരുമില്ലല്ലോ മോളെ. അതുകൊണ്ട് കുറച്ച് ദിവസം നീ അവിടെ പോയി നിന്നേ പറ്റത്തുള്ളൂ. നമ്മുടെ ഹീറോയുടെ ഫാമിലി ഇവരുടെ എന്തോ ഫാമിലി ഫ്രണ്ട്സാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഹീറോയിനും വളരെ നല്ല രീതിയിൽ റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ അംഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ കാരണങ്ങളാൽ അവരുടെ കമ്പനിയൊക്കെ എന്തോ ലോസിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവൾക്ക് അമ്മയില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനുള്ള മടി കാരണം അവളുടെ അച്ഛൻ നേരെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് വിളക്കൊണ്ടാക്കുന്നുണ്ട്. ഹീറോയുടെ അമ്മയാണെങ്കിൽ അവളെ വളരെ സ്നേഹത്തോട് തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. എന്തൊക്കെയോ കുറേ സങ്കടങ്ങളാൽ അവൾ ഇപ്പം കരയാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അവളും നേരെ നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പാവം അവളുടെ അച്ഛൻ കുറച്ച് ദിവസത്തേക്കാണ് ഇവിടെ നിന്ന് മാറുന്നത്. അച്ഛനും കൂടെ തൻ്റെ ലൈഫിൽ ഇല്ലാതായ തനിക്ക് സ്വന്തമെന്ന് പറയാനായിട്ട് ഈ ലോകത്ത് വേറെ ആരുമില്ല. നീ എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് ചിന്തിച്ചിട്ട് അവൾ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല അച്ഛൻ പോയതിൻ്റെ സങ്കടത്തിൽ അവൾ നേരെ അവളുടെ ലവറിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അവിടെ പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ അവൻ വേറൊരു പെൺകുട്ടി ട്യൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ്റെ ബിസിനസ് എല്ലാം വളരെ ലോസിൽ പോകുകയാണെന്ന് അവൻ അറിഞ്ഞതിന് ശേഷം അവനെന്തോ പിന്നെ നമ്മുടെ ഹീറോയിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനടുത്ത് റിച്ച് ആയിട്ടുള്ള പെൺകുട്ടിയെ തേടി പോയിട്ടുണ്ടായിരുന്നു. അവനെ മാക്സിമം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനത് കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പം ആ കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ ഹീറോയിനാകെ തകർന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയുടെ അടുത്ത് ആ പെൺകുട്ടി വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിലും ഇവന് ചെറിയ രീതിയിലൊക്കെ ബോധം ഉണ്ടായിരുന്നു. ഇത് ശരിയല്ലെന്നും മാറിയിരിക്കാനൊക്കെ ഇവൻ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ അവളത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു വിധത്തിൽ അവളെ കാറിൽ നിന്ന് പുറത്താക്കിയിട്ട് നമ്മുടെ ഹീറോ നേരെ അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവനും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. നമ്മുടെ ഹീറോയിനും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇവർ കുഞ്ഞുനാൾ മുതൽ അറിയാവുന്ന സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ അധികം അങ്ങോട്ട് ഇവർ സംസാരിക്കത്തുണ്ടായിരുന്നില്ല. രണ്ടുപേർക്കും ചെറിയ രീതിയിലൊരു ശത്രുതയും തന്നെ പറയാം. എന്തായാലും ബോധമില്ലാത്ത അവസ്ഥയിൽ ഇവർ രണ്ടുപേരും കാണുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ അന്ന് രണ്ടുപേരും ഒരുമിച്ച് അവൻ്റെ ബെഡ്റൂമിൽ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്കും ബോധമില്ലായിരുന്നു, അവനും ബോധമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവരുടെ എല്ലാ രീതിയിലുള്ള റിലേഷനും അവിടെ കഴിയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവിടെ അടുത്ത് കിടക്കുന്നതാണ് കാണുന്നത്. രണ്ടുപേർക്കും എന്താണ് തലേ ദിവസം രാത്രി സംഭവിച്ചെന്നുള്ളത് എത്ര ഓർത്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. നീ എങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിൽ വന്ന് ചോദിക്കുമ്പോൾ അതെന്നെ എനിക്ക് മനസ്സിലാവാത്തത്, ഞാനെങ്ങനെയാണ് നിൻ്റെ ബെഡ്റൂമിൽ വന്നെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും എന്തൊക്കെയോ പിച്ചും വയ്യും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ എന്നിട്ട് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 മാസങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളൊരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് തലകറങ്ങി വീഴുന്നുണ്ടായിരുന്നു. ഇത് കാണാൻ നമ്മുടെ ഹീറോയുടെ അമ്മയാണെങ്കിൽ ഒരു ഡോക്ടറിനെ വിളിക്കുന്നുണ്ട്. ഡോക്ടർ വന്ന് അമ്മയോട് പറയുന്നുണ്ട് അവള് 1.5 മാസം ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ഓ ഗർഭിണിയാണോ, ഗർഭിണിയാണെന്നോ, അതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഇവരെന്തോ സ്ഥലകാല ബോധമില്ലാതൊക്കെ പെരുമാറുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾക്കിപ്പോൾ നല്ല കെയറിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾ നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ അമ്മയ്ക്ക് ഇവൾ പ്രഗ്നൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഉത്തരവാദി ആരാണെന്നുള്ളത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിനോട് വന്ന ഒരു കാര്യം പറയുന്നുണ്ട്. മോളെ, മക്കളെന്ന് പറയുന്നത് ദൈവം തരുന്ന ദാനമാണ്. അതുകൊണ്ട് നീ ഒരിക്കലും ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയാനൊന്നും നീ ആലോചിക്കരുത്. അമ്മയോട് പറ ഇതാരാണെന്നുള്ളത്. ഞാൻ എൻ്റെ മകനെ വിട്ട് എങ്ങനെയെങ്കിലും അത് അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് വരാം. നിങ്ങളുടെ കല്യാണവും അമ്മ നടത്താം. പറ മോളെ, ഞാനിത് യാതൊരു രീതിയിലും നിനക്കൊരു നാണക്കേട് വരത്തക്ക രീതിയിൽ ഒന്നും ചെയ്യത്തില്ല. മോൾ എന്നോട് തുറന്നു പറയാനായിട്ട് പറയുമ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. ഹീറോ നേരെ അവനെ തന്നെ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. നീ ഇതെന്താ ഈ പറയുന്നത്? നിങ്ങളുടെ മകൻ തന്നെയാ.
കാരണക്കാരൻ എന്ന് പറയുമ്പോൾ അവനും ആകെ ഞെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനോ ഇതിങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവനും ആലോചിക്കുന്നുണ്ടായിരുന്നു. അന്നൊരൊറ്റ ദിവസം അവർ സ്റ്റേ ചെയ്തല്ലോ, അത് കാരണമാണ് ഇപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യം നമ്മുടെ ഹീറോയുടെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ നല്ല രീതിയിൽ നിർബന്ധിക്കുന്നുണ്ട്. മോനെ, നീ എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇതിന് വേറൊരു വഴിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും പറ്റത്തില്ല അച്ഛാ. ഞാൻ എങ്ങനെയാണ് അവളെ കല്യാണം കഴിക്കേണ്ടത്? എനിക്ക് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പെൺകുട്ടിയാണ്, എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇത് പുറത്തറിഞ്ഞാൽ എന്ത് നാണക്കേടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി. നിനക്കിതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിനക്ക് എന്തുകൊണ്ടാണ് ഇവളെ കല്യാണം കഴിച്ചിടാൻ പാടില്ലാത്തെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. ഇവരോട് രണ്ടുപേരോടും വഴക്കിട്ടിട്ട് നമ്മുടെ ഹീറോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നേരെ പോകുന്ന അവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. രാത്രി അവൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് അവൻ്റെ റൂമിലേക്ക് വരുന്ന സമയം റൂമിൽ നമ്മുടെ ഹീറോ നിൽക്കുന്നുണ്ടായിരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുവാണ്? ഇതെൻ്റെ റൂമാണ്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോൾ ഞാൻ എങ്ങോട്ട് പോകാനാണ്? നിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് ഇനി മുതൽ ഈ റൂമിൽ തന്നെ കടന്നാൽ മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് തൽക്കാലം ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ തറയിൽ കിടന്നാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു അവൻ. അതെങ്ങനെ ശരിയാവും? ഞാൻ ഒരാളല്ല, ഇപ്പോൾ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുകൂടെ ഉണ്ട്. എനിക്ക് തറയിലൊക്കെ കിടന്നാൽ പനി എന്തായാലും വരും. അതുകൊണ്ട് എനിക്ക് തറയിൽ കിടക്കാനായിട്ട് പറ്റത്തില്ല, ഞാൻ ബെഡിൽ കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ നല്ല സുഖിച്ച് ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ തറയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം അവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കൂട്ടിയിട്ട് അവനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവരെന്തിനാ അവിടെ വരുന്നത് പറഞ്ഞ് രണ്ടുപേർക്കും കല്യാണം കഴിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെക്കനോട്. അതുകൊണ്ട് ഇവന് രണ്ടുപേർക്കുമായിട്ടൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ വേറൊന്നും ചെയ്യാനായിട്ടില്ല, എന്തായാലും അച്ഛനും അമ്മയും പറയുന്ന പോലെ നിങ്ങൾ പരസ്പരം വിവാഹം ചെയ്തേ പറ്റത്തുള്ളൂ. രണ്ടുപേർക്കും ഇങ്ങനെ താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ യഥാർത്ഥമായിട്ട് വിവാഹം ചെയ്യേണ്ട, ഒരു കോൺട്രാക്ട് മാരേജിൽ ഏർപ്പെടും. അപ്പോൾ പിന്നെ താല്പര്യമില്ലാത്തൊരു ദിവസം വരുമ്പോൾ രണ്ടുപേർക്കും ഡിവോഴ്സ് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. പിന്നെ അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം തീരുമാനങ്ങൾ രണ്ടുപേരോട് പറയുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയ തീരുമാനങ്ങൾ മന്ത്രിമാർ പോലും എടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ പറയുന്നുണ്ടായിരുന്നു. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഭാവിയിൽ ഈ ബന്ധം വേണ്ടാന്ന് വരുന്ന സമയത്ത് കുഞ്ഞ് ആരോടൊപ്പമാണ് വളരേണ്ടത്, അവരുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് 10 മില്യൺ കാശും കൊടുക്കണം. അത് ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിൻ കൊടുക്കണം, ഹീറോ ആണെങ്കിൽ ഹീറോ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ മെയിനായിട്ട് സൈൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ എഴുതിയിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനുള്ള പേപ്പർ ഹീറോയിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ ഒരേ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ കാശിൻ്റെ കാര്യം എനിക്ക് കൊടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടല്ല, എനിക്കറിയാം എൻ്റെ കുഞ്ഞ് അവൻ്റെ അച്ഛനോട് താമസിക്കുവാണെങ്കിൽ അവന് നല്ലൊരു ലൈഫ് തന്നെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവൾ എന്തായാലും ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ടല്ലോ, ഇവളാണെങ്കിൽ ഹീറോയിൻ്റെ എക്സ് ലവറിനെ പോയി മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്ക് എന്നെ അറിയത്തില്ല, പക്ഷേ നിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തപ്പിപ്പിടിച്ചിട്ടുണ്ട്. നീ അവളെ എത്രമാത്രമാണോ സ്നേഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എനിക്കും അവന് ഒരുപാട് ഇഷ്ടമാണ്. അവൾ ഇപ്പോൾ ഉള്ളൊരു അവസ്ഥയിൽ നോക്കണ്ട, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പഴയതുപോലെ തന്നെയാവും. അപ്പോൾ ഇപ്പം നീ അവളെ കളഞ്ഞത് ഓർത്തിട്ട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഒരു കാര്യം പറയുന്നത്. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുവാണെങ്കിൽ എനിക്ക് അവനെയും കിട്ടും, അവളെ നിനക്കും കിട്ടും. എന്താണ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് എന്തോ ഒരു മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങളൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെയും ഹീറോയിൻ്റെയും വിവാഹ ദിവസം വരുന്നുണ്ട്. ഹീറോ ഇവിടെ കല്യാണത്തിന് റെഡിയായി നിൽക്കുന്ന സമയത്ത് അവനെ സ്നേഹിക്കുന്ന പെങ്കൊച്ച് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. നിന്റെ മുഖം കണ്ടാലറിയാം നിനക്ക് ഈ കല്യാണത്തിനോട് യാതൊരു താല്പര്യമില്ല എന്ന് ചോദിക്കുമ്പോൾ, നീ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ എനിക്കിതിലൊന്നും യാതൊരു വ്യക്തതയില്ല. അതെന്ത് പറ്റി? അവൾ പ്രഗ്നൻ്റ് ആയ കേസാണോ നീ പറയുന്നത്? അത് തന്നെയാ. ഇതെപ്പോഴാണ് സംഭവിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അന്ന് കുറച്ചധികം ഞാൻ മദ്യപിച്ചു പോയി, അതുകൊണ്ടാണ് നാശം, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയി പോയെന്ന് പറയുമ്പോൾ ഇവള് കുറച്ചുകൂടെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ രീതിയിൽ നീ മദ്യപിക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് ബോധമില്ലാത്ത അവസ്ഥയിലാകാറില്ല. മേ ബി അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം നിന്നെ ഏതെങ്കിലും രീതിയിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡ്രിങ്ക്സിൽ എന്തെങ്കിലും കലക്കി തന്നതാണെങ്കിലോ, അങ്ങനെ ആകാമെന്ന് ചിന്തിക്കുമ്പോൾ ഇവനും അതേപ്പറ്റി ആലോചിക്കുന്നുണ്ടായിരുന്നു. അത് ശരിയാണ്, സാധാരണ ഞാൻ മദ്യപിക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ബോധമില്ലാതാകാറില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി, അവൾ എന്നെ കല്യാണം കഴിച്ചിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെയും അവൻ അവളോട് ദേഷ്യം കൂടുന്നുണ്ടായിരുന്നു. ഇവിടെ പാവം ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഇവളുടെ എക്സ് ലവർ വരുന്നുണ്ടായിരുന്നു. നിന്നോട് ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഇവനൊരു കാരണവശാലും കല്യാണം കഴിക്കരുത്. നിന്റെ കമ്പനിയെ പഴയതുപോലെ ഞാൻ എങ്ങനെയും കൊണ്ടുവരാം, നീ എന്നെ കല്യാണം കഴിക്കുക. നമ്മൾ എത്ര വർഷം കൊണ്ടുള്ള റിലേഷനാ, നിനക്ക് എങ്ങനെയാ എന്നെ കളഞ്ഞിട്ട് വേറൊരാളെ കല്യാണം കഴിക്കാനായിട്ട് തോന്നുന്നു ചോദിക്കുമ്പോൾ, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? അന്ന് ഞാൻ നിന്നോട് എന്തൊക്കെ വന്ന് സംസാരിച്ചു, എന്നെ കളഞ്ഞിട്ട് പോലെ, എന്നെ ഉപേക്ഷിക്കലെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്റെ കാല് പിടിച്ചതല്ലേ, എന്നിട്ട് അപ്പോഴൊന്നും കേൾക്കാതെ
നീ എന്തിനാ ഇപ്പം വന്ന് ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. നിന്നോട് ഞാൻ പറയുന്നത് കേൾക്ക്. അപ്പം ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. അല്ലാതെ എനിക്ക് നിന്നോട് യാതൊരു രീതിയിലുള്ള ഇഷ്ടക്കേടും ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്കും ഇവളതൊന്നും കേൾക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ ചെക്കനാണെങ്കിൽ നീ വാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൈയെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവിടേക്ക് നമ്മുടെ ഹീറോ വന്നിട്ട് ഇവിടെ വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങി പോകാനായിട്ട് ഇവനോട് പറയുന്നുണ്ടായിരുന്നു. അവനും അങ്ങ് പോകുന്നുണ്ട്. ദേ നോക്കിയേ, നീ ആരെ കൂടെ കറങ്ങിയാലും ആരെ കൂടെ സംസാരിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ എൻ്റെ കുടുംബത്തിന് നീ നാണക്കേടുണ്ടാക്കി വെക്കരുത്. ഇപ്പം ഈ കല്യാണം നല്ല രീതിയിൽ നടക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിൻ്റെ ആ ചക്കനോട് പോയി പറ ഇവിടെ നിന്ന് പോകാനായിട്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ വന്ന് പറയാനും എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാനായിട്ട് നീ ആരാ? നമ്മുടെ ആ കോൺട്രാക്റ്റിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, നമ്മൾ പരസ്പരം ആരോട് സംസാരിക്കുന്നതെന്നോ ആരുടെ കൂടെ പുറത്ത് പോകുന്നതെന്നോ അങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കരുതെന്ന്. പിന്നെ എന്തിനാ ഇപ്പം നീ വന്ന് എന്നോട് ഈ കാര്യം പറയുന്ന ചോദിക്കുമ്പോൾ അയ്യോ എനിക്കതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. പക്ഷെ ഇപ്പം ഈ കല്യാണം നടക്കുക എന്നുള്ളത് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ആവശ്യമാണ്. വന്ന ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ മുമ്പിൽ നാണം കെടാനായിട്ട് എനിക്ക് വയ്യ. അതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഞാൻ ഇപ്പം ഈ കാര്യം വന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ യാതൊരു കാര്യത്തിലും ഞാൻ ഇടപെടാനായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ കല്യാണം കഴിയുന്നുണ്ട്. എല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതും വെഡിങ്ങിൻ്റെ ഒരു ഭാഗമാണല്ലോ, അതുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കിസ് ചെയ്ത് കഴിയുന്നുണ്ട്. പക്ഷേ ഇവരിങ്ങനെ കിസ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിസിനേക്ക് നീ പെങ്കൊച്ചില്ലേ, അവൾക്ക് നമുക്ക് എന്ത് പേരിടാം? വില്ലിനെ തന്നെ വെക്കാൻ കേട്ടോ. കാരണം അവളാണ് നമ്മുടെ കഥയിലെ വില്ലത്തി എന്ന് പറയുന്നത്. ഈ വില്ലിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൾ അത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ആ എക്സ് ലവറില്ലേ, അവനും അത് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി? അവളിങ്ങനെ കിസ് ചെയ്യുന്നത് കാണാനായിട്ട് നിനക്ക് വയ്യ അല്ലേ? അവൻ അപ്പോഴൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയാം ഇതുപോലൊരു വൃത്തികെട്ടവളെ സ്നേഹിച്ച് തോർത്തിട്ട് നിനക്കിപ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ടാവും. അവൾ പണത്തിന് വേണ്ടിയിട്ട് അവനെ മയക്കി എടുത്തത് എങ്ങനെയാണെന്ന് നിനക്ക് കേൾക്കണോ? അവൻ്റെ ഡ്രിങ്ക്സിൽ അവൾ ഉറക്കഗുളിയെ കലക്കിയിട്ടാ ഇപ്പോൾ ദേ ഇവിടെ വന്നിങ്ങനെ അവനെ കല്യാണം കഴിച്ച് നിൽക്കുന്നത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മൾ എത്ര തന്നെ ബ്രേക്കപ്പ് ആയിരുന്നിരുന്നാലും അവൾ നിന്നെ പോലൊരു തരം താണ പെൺകുട്ടിയല്ല. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് ആ ചക്കൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. വില്ലിയാണെങ്കിൽ പാവം ആ പ്ലാനും ചീറ്റിപ്പോയുള്ള അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ അമ്മയാണെങ്കിൽ അവന് വേണ്ടിയിട്ടൊരു സൂപ്പ് ഉണ്ടാക്കി നേരെ കമ്പനിയിൽ കൊണ്ട് കൊടുക്കാനായിട്ട് ഹീറോയിനെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അവൾ ആദ്യമായിട്ടായിരുന്നു ഈ കമ്പനിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവനിരിക്കുന്ന ക്യാബിൻ എവിടെയാണെന്നോ ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. അതും അന്വേഷിച്ച് നടക്കുന്നു വരുന്ന സമയത്ത് അവിടെ ആ വില്ലി ഉണ്ടായിരുന്നു. അവളിവിടെ കാണുമ്പോഴത്തേക്കും അയ്യേ, ഓഫീസിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സാണ് ഇടുന്നത്, നിനക്ക് അതിനുള്ള മാനേഴ്സ് ഇല്ലേ? ഒന്നുമില്ലെങ്കിലും ഇത്രയും വലിയൊരു കമ്പനിയുടെ പ്രസിഡന്റിൻ്റെ ഭാര്യയല്ലേ, എന്തൊരു വൃത്തികെട്ട വേഷമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അവിടേക്ക് ഹീറോയിൻ വരുന്നുണ്ട്. അവൻ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവനും വന്നിട്ട് നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത്? ദേ ഞാനൊരു കാര്യം പറയാം, എന്നെ അന്വേഷിച്ചിട്ട് ഇനി മേലിൽ ഈ ഓഫീസിലേക്ക് വരരുത്. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞിട്ട് ആ വില്ലിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവളോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അതുകൂടെ ആകുമ്പോൾ പാവം നമ്മുടെ ഹീറോയിന് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അവനോട് മറുത്തൊന്നും സംസാരിക്കാതെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ അബ്രോഡ് ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പോയതായിരുന്നു. പക്ഷേ അയാൾ പോയതിനു ശേഷം ഇതുവരെ അവളെ ഒന്ന് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അയാളുടെ ഒരു ഫോൺ കോൾ അവളുടെ ഫോണിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൾ ഭയങ്കര സന്തോഷത്തിൽ ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട്, അച്ഛാ നിങ്ങൾ എവിടെയാണ്? എത്ര നാളായി എന്നോടൊന്ന് സംസാരിച്ചിട്ട്, ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് നിങ്ങൾ അറിഞ്ഞോ? അച്ഛാ പ്ലീസ് നിങ്ങൾ തിരികെ വാ, നമ്മുടെ കമ്പനി എങ്ങനെയെങ്കിലും നമുക്ക് പഴയതുപോലെ കൊണ്ടുവരാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വിട്ടുപിരിഞ്ഞിങ്ങനെ പോകരുത്, എനിക്കത് സഹിക്കാനേ പറ്റത്തില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, എൻ്റെ ഇവിടുത്തെ അങ്കിളില്ലേ, അങ്കിളിനോട് സംസാരിച്ച് പഴയതുപോലെ നമ്മുടെ കമ്പനി എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും കാശ് എന്തെങ്കിലും ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചാൽ അങ്കിൾ തരാതിരിക്കില്ല അച്ഛാ, പ്ലീസ് അച്ഛൻ എങ്ങനെയെങ്കിലും തിരികെ ഒന്ന് നാട്ടിലേക്ക് വരാനായിട്ട് പറയുമ്പോൾ ഇത് നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അച്ഛനോട് സംസാരിച്ചതിന് ശേഷം നേരെ ഹീറോയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പം എനിക്ക് മനസ്സിലായിടി, നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചെന്നുള്ളത്. നിന്റെ തകർന്നു പോയ ആ ബിസിനസ് സാമ്രാജ്യം തിരികെ കൊണ്ടുവരണമായിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്നെ നിനക്ക് യൂസ് ചെയ്യാനായിട്ട് വേണമായിരുന്നു. പക്ഷേ ഡയറക്റ്റായിട്ട് വന്ന് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും അതിന് സമ്മതിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടല്ലേ എന്നെ നീ ഉറക്കി കടത്തിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്ത് ഈ ഒരു നാടകത്തിലൂടെ നീ എന്നെ സ്വന്തമാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇതിനപ്പുറം വേറൊന്നും കേൾക്കണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട്, നിനക്ക് ഇങ്ങനെയായി ഇത്ര തരംതാണ രീതിയിൽ എന്നോട് സംസാരിക്കാനായിട്ട് പറ്റുന്നത്? ഞാനൊരു കാര്യം പറയാം, നീ ഇത്രയും വർഷം കണ്ടിട്ടുള്ള പെൺകുട്ടികളെ പോലെ അല്ല ഞാൻ. എനിക്ക് ഇത്രയും തരംതാണ രീതിയിൽ പ്രവർത്തിക്കാനും അറിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല നിന്നെപ്പോലെ ഒരാളെ കല്യാണം കഴിക്കണമെന്നും എൻ്റെ ലൈഫ് ഇങ്ങനെ ആവണമെന്നുള്ളതും. പക്ഷേ എന്ത് ചെയ്യാനാണ്, ജനിച്ച അന്ന് തൊട്ടേ എൻ്റെ വിധി ഇങ്ങനെയൊക്കെ തന്നാന്ന് പറഞ്ഞിട്ട് അവൾ ഒരുപാട് കരഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു.
രാത്രി ഒരു സ്ഥലത്ത് ഒരുപാട് വിഷമിച്ച് അവളിങ്ങനെ നിൽക്കുന്ന സമയം അവിടേക്ക് പിന്നെയും ആ എക്സ് ലവർ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവനെ നീ ഒരിക്കലും കല്യാണം കഴിക്കരുതെന്നും നീ എപ്പോഴായിരുന്നിരുന്നാലും ഇങ്ങനെ ആ വീട് വിട്ട് ഇറങ്ങി പോകേണ്ടതായിട്ട് വരുമെന്ന് അപ്പോഴും നീ ഒന്നും വിശ്വസിച്ചില്ല. ഇപ്പം എങ്ങനെയുണ്ട്? നിനക്ക് കിട്ടേണ്ടതൊക്കെ അവനിൽ നിന്ന് കിട്ടിക്കാണുമല്ലേ? എനിക്കിത് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് ഇവളുടെ സങ്കടം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിൻ കുറേ നേരമായിട്ടും പോയിട്ട് ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോ അവളെ അന്വേഷിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. വന്നിട്ട് ലാസ്റ്റ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ കുറേ ഇടിയൊക്കെ കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ഹീറോയിൻ ആകെ ടയേർഡ് ആയതുകൊണ്ട് അവൾക്ക് തീരെ നടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവനൊരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നുണ്ട്. അവളെ ഒട്ടും ഇഷ്ടമല്ലെങ്കിലും അവളുടെ വയറ്റിൽ വരുന്ന കുഞ്ഞ് എൻ്റെതാണ്. അപ്പോൾ ആ കുഞ്ഞിനെ കെയർ ചെയ്യുന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അവളെ കെയർ ചെയ്താൽ മാത്രമേ എൻ്റെ കുഞ്ഞ് സന്തോഷിക്കത്തുള്ളൂ എന്ന് മനസ്സിലായതിനു ശേഷം അവൻ കൂടുതലായിട്ട് അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. കുറച്ചധികമായിട്ട് അവൾ എല്ലാ കാര്യത്തിലും കെയർ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പിന്നെയും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് എക്സ് ലവറിനെ കാണുന്നുണ്ടായിരുന്നു. ആ ചക്കൻ വന്നിട്ട് ഞാൻ എന്നോടൊരു കാര്യം പറയാം, നീ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ നിൻ്റെ കമ്പനി ഞാൻ മുന്നോട്ട് കൊണ്ടുവരാം. പിന്നെ നിൻ്റെ ഈ കുഞ്ഞ് അതിനങ്ങ് അബോർഷൻ ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. വേറൊരു ബാധ്യതയും അവൻ്റെ ഇടയിൽ ഉണ്ടാവില്ല. ഞാൻ നിൻ്റെ പൊന്നു പോലെ നോക്കിക്കോളാം. ഞാൻ പറയുന്നത് പോലെ പക്ഷെ നീ ചെയ്യണം. നിന്നെ ഞാൻ ഇനിയും കല്യാണം കഴിക്കണമെങ്കിൽ നിൻ്റെ ആ ഭർത്താവില്ലേ, അവൻ്റെ കമ്പനിയിലുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അത് നീ എങ്ങനെയെങ്കിലും എനിക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഉറപ്പായിട്ടും നിൻ്റെ കമ്പനിയിൽ ഞാൻ പഴയതുപോലെ കൊണ്ടുവരികയും ചെയ്യും, നിന്നെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഇവൾക്കാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിർത്തടാ, നീ എന്നെക്കുറിച്ച് എന്തായി വിചാരിച്ചത്? നീ വന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തു തരുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ മോന് തെറ്റിപ്പോയി. അത്രയ്ക്ക് വിശ്വാസവഞ്ചന കാണിക്കാനായിട്ട് നീ അല്ലടാ ഞാൻ. നിനക്കൊരു കാര്യം കേൾക്കണോ? ആദ്യമൊക്കെ നമ്മൾ പരസ്പരം താല്പര്യമില്ലാതെ തന്നെയാണ് കല്യാണം കഴിച്ചെങ്കിലും ഇപ്പോൾ അദ്ദേഹം എന്നെ പൊന്നു പോലെയാണ് നോക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച ജീവിതം എന്താണോ അത് തന്നെയാണ് എനിക്ക് തരുന്നതും. എൻ്റെ കയ്യിൽ പണമില്ലാന്നും ബിസിനസ് ഒന്നുമില്ലാന്നും കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് അദ്ദേഹം എന്നെ കല്യാണം കഴിച്ചത്. പക്ഷേ അതുകൊണ്ട് അയാൾ വേറെ പെൺകുട്ടിയെ തേടി പോയില്ല. നിന്നെ പോലെ എന്നെ പൊന്നുപോലെ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് പൊന്നുമോൻ വേറെ വല്ല പണിയും നോക്ക്. ഇതെന്നോട് പറഞ്ഞു പറഞ്ഞ് നിനക്ക് തന്നെ മടുപ്പൊന്നും തോന്നില്ലേ? എന്ത് വന്നിരുന്നാലും ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് നിൻ്റെ ഒപ്പം വരാൻ പോകുന്നില്ല. പിന്നെ നീ പറഞ്ഞ എൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകാനും പ്രസവിക്കാനും അതിനെ വളർത്താനും എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് നിന്നെപ്പോലൊരു വൃത്തികെട്ടവൻ്റെ ഉപദേശം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇനി എന്തെങ്കിലും അവളോട് പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടോട്ട് നമ്മുടെ ഹീറോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന് അവളെ സ്നേഹിക്കുക എന്നതിലുപരി അവൻ്റെ കുഞ്ഞിനെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഹീറോയിന് ഒരു മൂവിക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൾ ദൂരക്കൂടെയൊക്കെ അവൻ്റെ അമ്മയോട് ഇക്കാര്യം പറയുന്നത് ഇവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവളറിയാതെ 2 ടിക്കറ്റ് ഇവൻ ബുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓഫീസിൽ കുറച്ച് അർജൻറ്റ് ഫയൽസ് വീട്ടിൽ നിന്ന് എടുക്കണം, അത് നീ എടുത്തിട്ട് ഓഫീസിലേക്ക് വരാനായിട്ട് അവളെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവളും ഭയങ്കര ആഗ്രഹത്തോടെ റെഡിയാകുന്നുണ്ടായിരുന്നു. അവൻ്റെ അടുത്തേക്ക് പോവുമല്ലേ. അങ്ങനെ റെഡിയായിട്ട് ആ ഫയലും കൊണ്ട് വരുന്ന സമയത്ത് അവനെ കാണാനായിട്ട് വേറെ 2-3 ബിസിനസ് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അവരെന്തോ സീരിയസ് ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടേക്ക് വരുന്ന സമയത്ത് ഹീറോ വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവളും പുറത്ത് ഈ ഫയലുമായിട്ട് നിൽക്കുന്ന സമയം അവിടേക്ക് പിന്നെയും ഈ വില്ലി വരുന്നുണ്ടായിരുന്നു. എന്താണ്, നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഭയങ്കരമായിട്ട് അവനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ പോലെ തോന്നുന്നുണ്ടല്ലോ. എത്രയൊക്കെ തന്നെയായിരുന്നിരുന്നാലും നീ ഒരു കോൺട്രാക്ട് മാരേജിൽ തന്നെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനൊന്നിനും ഇത്രയും ബിൽഡപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവൾ അതിനൊന്നിനും പ്രതികരിക്കാതെ നിൽക്കുന്ന കാണുമ്പോൾ ഈ വില്ലിക്ക് പിന്നെയും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്താടി നിൻ്റെ വാ എന്താ? എന്നോട് സംസാരിക്കാനായിട്ട് തുറക്കത്തില്ലേ? അതോ ഭയങ്കര പാവം പോലെ നടിക്കുകയാണോ നീ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിന്നെക്കൊണ്ട് മിണ്ടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടേടി എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫയൽ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ അതിന് തന്നെ അതെന്തിനാ നീ ഇങ്ങനെ വലിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ഫയലിനെ ഭയങ്കരമായിട്ട് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പാവം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബാലൻസ് തെറ്റിയിട്ട് പെട്ടെന്ന് അവൾ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇവൾ ഈ വീണിട്ട് ഉണ്ടാക്കിയ ഒച്ച കേട്ടിട്ട് നമ്മുടെ ഹീറോ ഓടി വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഈ വില്ലിയോട് അപ്പോഴൊന്നും പറയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ദേഷ്യം വന്ന് അവളെ കൊന്നാൽ മതിയെന്നായിരുന്നു. പക്ഷേ നമ്മുടെ ഹീറോയിനെ എങ്ങനെയും രക്ഷിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവളെ ഉടനെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവൾ നല്ല വീക്കാണ്, നല്ല അധികം കെയറിങ് അവൾക്ക് ആവശ്യമായിട്ടുണ്ട്, കുറച്ച് ദിവസം നല്ല രീതിയിൽ തന്നെ റെസ്റ്റ് എടുക്കണമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഈ വില്ലിയോട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവരും
ഈ വില്ലിയായിട്ട് ഈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സില്ലേ അതുപോലത്തെ ഒരു ബന്ധമായിരുന്നു. പണ്ട് തൊട്ടേ ഇവരുടെ ഫാമിലിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായതിനു ശേഷം നമ്മുടെ ഹീറോ അവരുടെ കമ്പനിയിലായിട്ടുണ്ടായിരുന്ന പ്രോജക്റ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വില്ലിയുടെ കമ്പനി ഇപ്പോൾ ഭയങ്കര ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ടുള്ള കുറേ ന്യൂസുകളും വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹീറോയിൻ ആണെങ്കിൽ ഈ ന്യൂസ് കണ്ടിട്ട് ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്കറിയാം ഇതൊക്കെ ചെയ്യുന്നത് നീയാന്നുള്ളത്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അവൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലേ, വെറുതെ നീ അവളെ ദ്രോഹിക്കാനായിട്ട് ഓരോന്നും ചെയ്യരുത്, അങ്ങനെ നീ ചെയ്യുവാണെങ്കിൽ അവളും നമ്മളും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതൊന്നും നീ ഇപ്പോൾ ആലോചിക്കണ്ട, നിനക്ക് നല്ല റെസ്റ്റാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്, നിനക്കും നമ്മുടെ കുഞ്ഞിനും, അതുകൊണ്ട് ഇതൊന്നും ആലോചിക്കാതെ നീ സമാധാനമായിട്ട് കടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഹീറോയുടെയും മനസ്സിൽ നല്ലൊരു രീതിയിലൊരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലായിരുന്നു അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഗിഫ്റ്റും കൂടെ കാണുമ്പോഴത്തേക്കും ഇവൾക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിൻ്റെ എക്സ് ലവർ പയ്യൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ നേരെ കുതിച്ച് പറഞ്ഞുകൊണ്ട് ഈ വില്ലിയുടെ അടുത്തേക്ക് വന്നിട്ട്, നീ ഇതെന്താ ഈ കാണിച്ചത്, എൻ്റെ പെണ്ണിനും അവളുടെ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളഞ്ഞനെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇത് സൈക്കോ പോലെ പെരുമാറുന്നുണ്ടായിരുന്നു. അവൻ ശരിക്കും നമ്മുടെ ഹീറോയായിട്ട് വലിയൊരു മത്സരത്തിലായിരുന്നു. എന്തോ ഒരു ടെൻഡർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് എങ്ങനെയെങ്കിലും ഇവന് സ്വന്തമാക്കണമായിരുന്നു. ഇവൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരട്ടി കാശ് കൊടുത്ത് അത് നമ്മുടെ ഹീറോ സ്വന്തമാക്കുന്നുണ്ടായിരുന്നു. അത് അവന് സഹിക്കാനേ പറ്റുന്ന കാര്യമല്ലായിരുന്നു. ആ ടെൻഡറിൻ്റെ എന്തൊക്കെയോ രഹസ്യ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അവൻ ഹീറോയിനെ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടെ അവസാനം ഈ ആവശ്യം ഈ വില്ലിയോട് ഇവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴവൾ പറയുന്ന മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ ആയിരുന്നിരുന്നാലും അവനെ എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവൻ ഒരുപാട് സന്തോഷത്തിലാണിപ്പോൾ, അതങ്ങനെ നടന്നോട്ടെ, എനിക്ക് അവൻ്റെ ലൈഫിലേക്ക് പോകാനായിട്ട് പറ്റിയില്ലെങ്കിലും അവൻ സന്തോഷിക്കുന്നത് കണ്ടാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ടെൻഡർ നോട്ടീസ് നിനക്ക് കിട്ടുന്ന രീതിയിലുള്ള യാതൊരു സഹായവും ഞാൻ ചെയ്തു തരത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവൻ്റേതായ രീതിയിൽ എന്തൊക്കെയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ടെൻഡർ നോട്ടീസ് ലാസ്റ്റ് നമ്മുടെ ഹീറോ തന്നെ സ്വന്തമാക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ ആകുമ്പോഴത്തേക്കും ഇവൻ അവനോടുള്ള ദേഷ്യം ഇരട്ടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പെണ്ണിനെ അവനിപ്പോൾ സ്വന്തമാക്കി, ഞാൻ ഇത്രയും നാൾ കാത്തു വെച്ചിരുന്ന ആ ടെൻഡറിനെ അവനെ സ്വന്തമാക്കി, ഇനി എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവനൊക്കെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ ടെൻഡർ മേടിക്കാനുള്ള ഫിനാൻഷ്യലൊന്നും അവനുണ്ടായിരുന്നില്ല. ആ സമയം അവൻ്റെ അസിസ്റ്റൻ്റ് വന്ന് പറയുന്നുണ്ട്, സാർ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നും നടക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് ഈ കമ്പനി അങ്ങ് അടച്ചു പൂട്ടുന്നതാണ് നല്ലത്, ഉള്ള ലാഭം വെച്ച് സാർ വേറെ എന്തെങ്കിലും കാര്യം നോക്കാനായിട്ടും പറയുന്നുണ്ടായിരുന്നു. ഇവനെല്ലാം കൂടെ ആകുമ്പോൾ ആൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന ഒരു സീനില്ലേ, നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനെ കുറച്ച് ഗുണ്ടകൾ കൂടെ ചേർന്നിട്ട് എവിടെയോ കെട്ടിയിട്ട് അടിക്കുന്ന ആ സീൻ, അത് ചെയ്യുന്നത് ഈ എക്സ് ലവർ ചെക്കനായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ഹീറോയിന് അയച്ചു കൊടുത്തിട്ട് എന്താ പറയുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെ നിനക്ക് ഒരിക്കലും ഇനി കാണാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ നിന്നോട് ഈ പറഞ്ഞ കാര്യം നീ ആരെ അറിയിക്കരുതെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആരെ അറിയിക്കാതെ ഇവൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓഫീസിലെ കുറച്ച് പേപ്പേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് വില്ലി വരുന്നുണ്ടായിരുന്നു. ഹീറോയുടെ എന്തോ ബർത്ത്ഡേ വരുന്നുണ്ടെന്നും അതിന് വേണ്ടിയിട്ട് ഇതാ നിനക്കൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അവനത് മേടിക്കുന്ന സമയത്ത്, എന്ത് പറ്റി നിനക്ക്, ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ, നീ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ശരി തന്നെയാണ്, പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷേ എന്നെ ഇപ്പം ഇങ്ങനെ ആക്കിയത് നീ തന്നെയാണ്. നിന്നോട് ഞാൻ ഇതുവരെ അത് തുറന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ വിചാരിച്ചത് അത് എപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ്. എപ്പോൾ തൊട്ടാണോ നീ ഞാനും ഒരുമിച്ച് കളിച്ച് വളർന്നത്, അന്ന് മുതലേ ഞാൻ നിന്നോടുള്ള ഇഷ്ടം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുമായിരുന്നു. ഇതുവരെ നിനക്കത് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നോട് ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് നിനക്കെന്നോട് എന്തോ ഒരു ഇഷ്ടം ഉണ്ടെന്ന് തോന്നിയ സമയത്ത് എപ്പോഴും ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. ഞാൻ നിന്നെ ഒരു സഹോദരി പോലെ മാത്രമായിരുന്നു കണ്ടിട്ടുള്ളത്, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ ഇവൾക്ക് ഈ സഹോദരി എന്നുള്ള പേര് കേൾക്കുമ്പോഴേ ഒരുപാട് സങ്കടം വന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. എനിക്കറിയാം നീ എന്നെ അങ്ങനെ തന്നെയാണ് കാണാമെന്നുള്ളത്, പക്ഷേ ഇപ്പോൾ നീ വേറൊരാളെ കല്യാണം കഴിച്ചത് എനിക്ക് പെട്ടെന്ന് വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റേതായുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഇപ്പോൾ എനിക്കുള്ളത്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ശരിയാക്കി എടുത്തോളാം. പക്ഷേ നിൻ്റെ പെണ്ണുണ്ടല്ലോ, അവളിപ്പോൾ ഒരു അപകടത്തിലാണ്, നീ എത്രയും പെട്ടെന്ന് പോയിട്ട് അവളെ രക്ഷിക്കണമെന്നും കൂടെ പറഞ്ഞിട്ട് ഈ എക്സ് ലവർ ചെക്കൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവനോട് പറയുന്നുണ്ടായിരുന്നു. പാവം ഹീറോ ഇതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും അവൻ്റെ സമനില തെറ്റിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അവൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊന്നും മനസ്സിലാക്കാതെ അവനെ ഒരുപാട് ജോലിക്കാരും കാറുകളൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു കാര്യം കേൾക്കുന്ന ഷോക്കിങ്ങിൽ അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ടായിരുന്നു ഈ സ്ഥലത്തേക്ക്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനാണെങ്കിൽ കൊല്ല ചെയ്യുന്നുണ്ടായിരുന്നു. നീ എന്താ വിചാരിച്ചത്, നീ
എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നാണോ? ഞാൻ ജീവിച്ചിരിക്കുന്ന സമയം അങ്ങനെ ഞാൻ നിന്നെ സന്തോഷിക്കാനായിട്ട് വിടത്തില്ല എന്ന് പറയുമ്പോൾ നീ ഇതെന്തൊക്കെയാണ് ചെയ്യുന്നത്? എൻ്റെ അച്ഛനെ വെറുതെ വിട്. നിനക്ക് ഇതുവരെ എന്നെ ദ്രോഹിച്ചത് മതിയായില്ലേ? ആദ്യം എന്നോട് സ്നേഹം നടിച്ച് എന്നെ ചതിച്ചതും പോരാഞ്ഞിട്ട് എന്നെ എന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷിക്കാൻ പറ്റാത്തത് വേറെ ആർക്കും കിട്ടരുത്, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ നീ എൻ്റെ സൈക്കോ ആണോ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നവരും ചോദിക്കുമ്പോൾ ഞാൻ സൈക്കോ തന്നെയാണ്. എന്നെ അങ്ങനെ ആക്കിയത് ആരെന്നുള്ളത് നിനക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് ചെക്കനൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. ഇവൻ്റെ അമ്മയും നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഈ ചെക്കൻ അത് യാദൃച്ഛ്യമായിട്ട് കാണുന്നുമുണ്ട്. അവനത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാതെ ഈ റോഡിലൂടെ ഓടി വരുന്നുണ്ടായിരുന്നു. ഇവൻ കണ്ടു എന്നുള്ളത് ഇവൻ്റെ അമ്മയെ അറിയുന്നുണ്ട്. അവർക്കും ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിട്ട് അവനെ ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് കരുതിയിട്ട് ഓടി വരുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അമ്മ മരിച്ചു പോകുന്നുണ്ട്. അവൻ്റെ മരണത്തിന് കാരണക്കാരനായത് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് മാത്രമായിരുന്നു ആ ചെറുപ്പം തൊട്ടേ ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഹീറോയിനെ അവൻ സ്നേഹിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഏതോ ഒരു സമയത്തിൽ അവൻ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹീറോയിനെ സ്നേഹിച്ച് പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിൽ അച്ഛനോടുള്ള പ്രതികാരം ഉണ്ടെങ്കിലും നമ്മുടെ ഹീറോയിനെ ഒരിക്കലും നശിപ്പിക്കണമെന്ന് അവൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ അറിയുന്ന സമയത്ത് അവൾക്കാകെ സങ്കടം വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇവളുടെ അച്ഛനും അവരുടെ മകനാണ് ഇവനെന്ന് അറിയുമ്പോഴത്തേക്കും ആകെ ഷോക്കിംഗ് ആയിട്ടിരിക്കുന്നുണ്ട്. പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം, നീ ഞങ്ങളെ ഒന്നും ചെയ്യലേ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. ഓ വന്നല്ലോ നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഏതെങ്കിലും രീതിയിൽ നീ ഇപ്പം ഇവിടെ ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന കാര്യം അറിയുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നിൻ്റെ കുഞ്ഞിനെയും നിൻ്റെ ഭാര്യയും വേണമായിരിക്കും അല്ലേ? പക്ഷെ അതിന് മുന്നേ ആയിട്ട് എനിക്കൊരു കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ആ ടെൻഡറില്ലേ അതെനിക്ക് തരുവാണെങ്കിൽ ഞാൻ നിൻ്റെ ഭാര്യയും കുഞ്ഞിനെ വിടാം. എന്ത് വേണമെന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം. നിൻ്റെ ടെൻഡറാണോ നിനക്ക് വലുത്, നിൻ്റെ ഭാര്യയും കുഞ്ഞുമാണോ നിനക്ക് വലുത്? ഇപ്പം തന്നെ മറുപടി പറയണമെന്ന് പറയുമ്പോൾ നീ ഇതെന്താ ഈ പറയുന്നത്? എനിക്ക് ടെൻഡറും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയും നീ തന്നാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ തരാം. പക്ഷെ ഒരു കാര്യം, അവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് നീ എന്തായാലും ഇനി ജീവിച്ചിരിക്കത്തില്ല. എനിക്ക് കിട്ടാത്ത അവളെ വേറെ ആർക്കും കിട്ടരുത്, അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. ചെറുപ്പം തൊട്ടേ ഈ നഷ്ടം എന്നൊക്കെ പറയുന്നത് എൻ്റെ ലൈഫിൽ ഒട്ടിച്ചേർന്നൊരു കാര്യമാണ്. ഇപ്പോൾ അവളെ നഷ്ടപ്പെടുക എന്നുള്ളത് എനിക്ക് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്ത കാര്യമാണ്. നഷ്ടപ്പെടുക എന്നതിലുപരി അവൾ വേറൊരു പയ്യൻ്റെ ഒപ്പം താമസിക്കുക എന്നുള്ളത്, ജീവിക്കുക എന്നുള്ളത് എനിക്ക് സഹിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നിനക്ക് ഈ ലോകത്തോട് ബൈ പറയാനുള്ള സമയം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ തടിക്കഷ്ണം എടുത്തിട്ട് നമ്മുടെ ഹീറോയെ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഊങ്ങി വരുന്ന സമയത്ത് ഇത് കാണും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓടി വന്ന് എൻ്റെ ഇടയ്ക്ക് കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ പാവം നമ്മുടെ ഹീറോയിൻ്റെ വയറിൽ തന്നെ ഒരു വലിയൊരു അടി കിട്ടുന്നുണ്ടായിരുന്നു. ഇത് കണ്ടതോടെ ഹീറോയിൻ തലയിറങ്ങി അങ്ങ് വീഴുന്നുണ്ട്. ഈ ചെക്കനാണെങ്കിൽ അയ്യോ നീ എന്തിനാ ഈ ഇടയിൽ വന്ന് കയറിയത്? എൻ്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ അടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് ഇവൾ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവണമെന്നുള്ള ചിന്തയിൽ പെട്ടെന്ന് തന്നെ ഇവളെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷെ പാവം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എൻ്റെ കുഞ്ഞും എൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സോറി, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അതവന് ഒരുപാട് സങ്കടം വരുന്നൊരു കാര്യമായിരുന്നു. അവൻ ഒരുപാട് കരയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവളെങ്കിലും എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൾ ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നുള്ളത് അവൻ അറിയത്തില്ലായിരുന്നു. എങ്കിലും അവളുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, നീ കരയണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്. എങ്ങനെയാണ് നിനക്ക് ആശ്വാസം തരേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടതല്ലാണ് കല്യാണം കഴിച്ചതെങ്കിലും ഇപ്പോൾ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് പോയെങ്കിലും എനിക്ക് ദൈവം നിന്നെയെങ്കിലും തന്നല്ലോ എന്ന് മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. നിനക്ക് എൻ്റെ ഭാര്യ അതിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതിന് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടും ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ച് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു ഹാപ്പി ലൈഫിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ ഈ ഡ്രാമ അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.